ശബരിമലയിൽ സ്വർണ്ണപ്പാളി മോഷണത്തിൽ സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികൾ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ജലപീരങ്കിയും ലാത്തി ചാർജും നടത്തി പോലീസ്. ഏത് സമരത്തിലും ആ സമരത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. പോലീസ് വെള്ളവും ചീറ്റും, സ്വാഭാവികമായിട്ടും സമരം അവസാനിക്കും. പക്ഷേ സമരം ചെയ്ത് ഒരൊറ്റ പോലീസുകാരൻ, ഒരേ ഒരു പോലീസുകാരൻ, അയാളാണ് സമരം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തകരെ തല്ലാമെന്ന്. ഞാൻ അവിടെ നിന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തലക്കടിച്ചു. ആ പോലീസുകാരനെ ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ കാണിച്ചു തരാൻ എന്താ ചെയ്യാൻ. അയാളെ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. മുന്നറിയിപ്പില്ലാതെ ജലപീരങ്കി ഉപയോഗിച്ചതായി ആരോപിച്ച ബിജെപി പ്രവർത്തകർ ജലപീരങ്കി വാഹനത്തിന്റെ ഗ്രിൽ തകർത്തു. ലാത്തി ചാർജിലും അറസ്റ്റിലും പ്രതിഷേധിച്ച് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ശരണം വിളിച്ച് റോഡ് ഉപരോധിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷണം പോയതിൽ സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടെന്നും സർക്കാർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ബിജെപി നടത്തിയ കളക്ടറേറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബിജെപി ദേശീയ സമിതി അംഗം ബി ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. ജലപീരങ്കി ഉപയോഗത്തിൽ നിരവധി പ്രവർത്തകർ നിലത്ത് വീണു. മുന്നറിയിപ്പില്ലാതെ ജലപീരങ്കി ഉപയോഗിച്ചതായി ആരോപിച്ച പ്രവർത്തകർ ജലപീരങ്കി വാഹനത്തിന്റെ മുൻവശത്ത് കയറി ഗ്രിൽ തകർത്തു. ഇത് സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതും സംഘർഷത്തിനിടയാക്കി. ഇതിനിടയിലാണ് ലാത്തി ചാർജ് നടന്നത്. സമാധാനപരമായാണ് സമരം നടത്തിയതെന്നും നെയിം പ്ലേറ്റ് ഇല്ലാത്ത പോലീസുകാരൻ പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നെന്നും പോലീസ് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും തെരുവിൽ നേരിടുമെന്നും ഗോപാലകൃഷ്ണനും ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും പറഞ്ഞു. സമയത്ത് മുഴുവൻ വിശ്വാസികളെയും ഇത്തരത്തിൽ അടിച്ചമർത്താനാണ് പിണറായി വിജയന്റെ പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ തെരുവിൽ നേടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. തിരുത്തുന്നത് വരെ പാർട്ടിയുടെ പ്രവർത്തകൻ ഈ നിമിഷം മുതൽ പ്രവർത്തകന്മാർ റോഡിൽ തന്നെയാണ്. പ്രകോപനം സൃഷ്ടിച്ച പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ശരണം വിളിച്ച് റോഡ് ഉപരോധിച്ചത്. റോഡ് ഉപരോധം ഏറെ നേരം നീണ്ടത് ബസ് സർവീസുകൾ ഉൾപ്പെടെ ഗതാഗതത്തെ ബാധിച്ചു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.